ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡ് ഫോർ യുവർ ചിൽഡ്രൻ. ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുണ്ട്, നിനക്ക് ഒന്നും നഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങളുണ്ടെന്നൊരു വാക്ക് കിട്ടിയാൽ ആ വാക്ക് തന്നെ ആ കുഞ്ഞിനെ. അതൊരു വലിയ പോയിന്റാ. കാരണം പലയിടത്തും ആത്മഹത്യകൾ, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ ഈ ന്യൂസസ് എന്നും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരു പേരന്റിന്റെ, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ അതവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഇപ്പോൾ എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാള് ലൈഫ് തള്ളിക്കൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇത്രയും അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ മെന്റലി ഇത്രയും ഡിപ്രസ്ഡ് ആകുമ്പോൾ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. ഇപ്പോഴും പലപ്പോഴും താഴെ എൻ്റെ അമ്മമ്മ ഇരിക്കുമ്പോൾ ഞാൻ പോയി പറയും, അമ്മ മൈക്ക് വെറ്റ്, ഞാൻ നിർത്തുകയാണ്, ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുവേ. വന്ന് മോളിൽ കയറി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സിന്റെ ബെല്ലടിക്കും. കാരണം 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. അവൻ ഞാൻ കയറി ഇരുന്ന് ക്ലാസ് എടുക്കും, അതങ്ങ് മറക്കും. സോ എനിക്ക് ആക്ച്വലി ഇതൊരു വളരെ റിലീഫാണ് ക്ലാസ് എടുക്കുമ്പോൾ. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷെ വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും കോമഡി. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾക്ക് മ്യൂസിക് ഇല്ലേ, നിങ്ങൾക്ക് ടീച്ചിങ് ഇല്ലേ? അവരുടെ വിചാരം എൻ്റെ ലൈഫ് മുഴുവൻ മ്യൂസിക് ആണെന്നാണ്. മ്യൂസിക് എന്നത് ഒരു പാർട്ടാണ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അനദർ പാർട്ടാണ്. മ്യൂസിക്കിലൂടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത് ഒരു 3ാമത്തെ പാർട്ടാണ്. അതാണ് പലർക്കും മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പക്ഷെ അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ ഇന്നതിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തും അല്ലെങ്കിൽ ഇന്നതിലൂടെ കണ്ടെത്താം കഴിയും എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. യെസ്, ആൻഡ് വൺ മോർ തിങ്, നമുക്ക് എല്ലാവരെയും, ഈവൻ നമ്മുടെ ഫാമിലിനെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പകരം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. എൻ്റെ ഹാപ്പിനെസ്സിന് ഒരു വാല്യൂവും കണ്ടില്ല. ഇപ്പം ഞാൻ എങ്ങനെ ഞാൻ ഹാപ്പി ആവും എന്നുള്ളത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്.